പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, വീണ്ടും ഒരു ദിവസം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ദൈവത്തോട് നന്ദി പറയുകയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഈ കൊറോണ കാലത്ത്, കോവിഡ് കാലത്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ കോവിഡ് ബാധിതരാകാതെ ആയവർ കുറച്ച് പേരുണ്ട്, എനിക്കറിയാം. അതിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയവരുണ്ട്. അവരതിനെ അതിജീവിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക. പക്ഷെ ബാക്കി ബഹുഭൂരിപക്ഷം ആളുകൾ, നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു സെക്കൻഡ് വേവ് നമ്മുടെ ദേശത്താകമാനം വീശി അടിച്ചപ്പോഴും നമ്മളൊക്കെ സുരക്ഷിതരായിട്ടിരുന്നില്ലേ? നമ്മുടെ മെച്ചം കൊണ്ടാണോ, നമ്മുടെ മിടുക്ക് കൊണ്ടാണോ? അല്ല. അതിന് കർത്താവിന് നന്ദി പറയണം. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലത്താണ് നമുക്ക് കുറേ കൂടെ തിരിച്ചറിവുണ്ടായത്. എന്ത്? ഓരോ കൊച്ചു കാര്യവും ദൈവാനുഗ്രഹമാണെന്ന്. ഒരു 1.5 വർഷം മുമ്പ് വരെ നമുക്കെല്ലാം നമ്മുടെ അവകാശമാണ്, എല്ലാം നമ്മുടെ ക്രെഡിറ്റ് ആയിരുന്നു. ഇപ്പം നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്ര കാലത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം 2018 മഹാപ്രളയത്തിൽ നമുക്കിങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയതാണ് കുറേ ആൾക്കാർക്കെങ്കിലുമൊക്കെ. എല്ലാം ദൈവാനുഗ്രഹമാണെന്നും ദൈവമാണ് കാത്തു പരിപാലിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് കിട്ടിയതാണ്. പക്ഷേ സൗകര്യപൂർവ്വം, നമ്മൾ മനുഷ്യരല്ലേ, ബലഹീനരല്ലേ, സൗകര്യപൂർവ്വം അങ്ങ് മറന്നു കളയും. ഇപ്പോഴും നമുക്ക് തിരിച്ചറിവ് കിട്ടുകയാണ്. ദാ ഇന്ന് ഈ വീണ്ടും പെന്തക്കുസ്ത എന്ന നമ്മുടെ ഈ ശുശ്രൂഷയുടെ 6ാം ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ തിരിച്ചറിയുകയാണ്. അതുപോലെ നിങ്ങളും അത് തിരിച്ചറിയണം, നന്ദി പറയണം ഈശോയ്ക്ക്. കർത്താവേ, ഓരോ ദിവസവും ദാ ഇന്ന് പുലർച്ചെ ഞങ്ങളിങ്ങനെ ഉണർന്നെഴുന്നേൽക്കാൻ കാരണം നിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്, നിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞ് നന്ദി പറയണം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയുണ്ടല്ലോ, നമുക്ക് നന്ദി പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാകും. നന്ദി പറയാൻ ഇഷ്ടം പോലെ. വി ആർ ബ്ലെസ്സഡ്, ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശുശ്രൂഷയുടെ 6ാമത്തെ ദിവസമാണ്. നമുക്കറിയാം, ഈ വീണ്ടും പെന്തക്കുസ്ത, ഈ 9 ദിവസത്തെ നവനാൾ പ്രാർത്ഥനയും വചനപ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും നമ്മൾ നടത്തുമ്പോൾ ഇത് വലിയ സമർപ്പണത്തോടെ നടത്തുന്ന ശുശ്രൂഷയാണ്. ഇടയ്ക്ക് വെച്ച് കയറി വന്നവരോട് ഞാൻ വീണ്ടും പറയാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നുണ്ടായിരുന്നു. ഇനി ആദ്യം ചെയ്തു തുടങ്ങിയവർ ഇടയ്ക്ക് വെച്ച് ഒരു അലസത ബാധിച്ചു, സാരമില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. ഇടയ്ക്ക് വെച്ച് വന്ന ഒരു അച്ചു അറിഞ്ഞില്ല, സാരമില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. ഏതൊക്കെയാണത്? ഒന്നാമത്തത്, പുലർച്ചെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാരൂപിയോടുള്ള പ്രാർത്ഥന ചൊല്ലി, ജപം ചൊല്ലി പ്രാർത്ഥിച്ചെഴുന്നേൽക്കണം. വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മനസ്താപ്രകരണം ചൊല്ലി കിടക്കാൻ പോകണം. എല്ലാ ദിവസവും ഒരു അധിക ജപമാല ചൊല്ലി കാഴ്ചവെക്കണം.
കുർബാന ഭവനങ്ങളിലിരുന്ന് ആത്മന മുടക്കം കൂടാതെ എല്ലാ ദിവസവും അർപ്പിക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം കേട്ടോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. അത് പ്രത്യേകം ഓർത്തേക്കണം. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ വിഷയം വെച്ച് ലളിതമായിട്ട് ധ്യാനിച്ച് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം, ഇന്നത്തെ ടോക്ക് വളരെ ചെറുതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഒരുപാട് നീട്ടി ഇന്ന് പറയില്ല. വളരെ ചെറുതായിരിക്കും. അതിൻ്റെ കാരണം ഒരു പക്ഷേ നമ്മുടെ ക്രൈസ്തവ വചന പ്രഘോഷണ വേദികളിൽ ഏറ്റവും അധികം മുഴങ്ങിയിട്ടുള്ള വിഷയമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഗസ് വർക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് എന്തായിരിക്കും അപ്പോൾ അത് എന്ന് വിചാരിച്ച്, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിനോട് സഹകരിച്ചു പോകുന്നത്. നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് പോളിസി. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചത് ശരിയാകുമെന്ന് നമുക്കറിയാമല്ലോ. നിങ്ങൾ വേണമെങ്കിൽ 2 പേർ ഒരുമിച്ചിരുന്നാണ് കേൾക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉത്തരം പറഞ്ഞു വെക്ക്, നമുക്കറിയാമല്ലോ ആരുടേതാണ് ശരിയാകുന്നതെന്ന്. ഞാൻ പറഞ്ഞത് ക്രൈസ്തവ വചന പ്രഘോഷണ വേദികളിൽ ഇത്രയധികം മുഴങ്ങിയിട്ടുള്ള മറ്റൊരു വിഷയമുണ്ടോ? എനിക്ക് സംശയമാണ്, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒരു കൃത്യം ഉത്തരമാണോ ഒന്നും ഇല്ല കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ്. അടുത്ത കാര്യമാണ്, പക്ഷേ എന്തുമാത്രം പ്രസംഗിക്കപ്പെട്ടിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടാകാത്തൊരു മേഖലയും കൂടിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇഷ്ടം പോലെ ഈ വിഷയം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ആ പ്രസംഗിച്ചതിന് ആനുപാതികമായ മെച്ചമൊന്നും ഉണ്ടാകാത്ത ഒരു വിഷയം കൂടിയാണിത്, ഒരു മേഖലയാണിത്. അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് നമുക്കത് നല്ലോണം അറിയാം. ഞാൻ പറയാൻ പോകുന്ന ബൈബിൾ വാക്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ആർഗ്യുമെൻറ്റ്, ആ ചിന്തയൊക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ വചനം കേൾക്കുന്നവരല്ലേ നിങ്ങളൊക്കെ. അതുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എളിമയോടെ ഞാനൊന്ന് പങ്കുവയ്ക്കാം. പെന്തക്കുസ്ത എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ശിഷ്യന്മാർ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ വാക്കുകൾ തന്നെ. അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥനാ നിരതരായിട്ടിരിക്കുന്നു, കാറ്റ് വീശുന്നു, ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകുന്നു, അഗ്നിനാവ് ഇറങ്ങി വരുന്നു. എന്തൊരു സീനിക് ബ്യൂട്ടിയാണ് അല്ലേ? റിച്ചാണ്, നല്ല കണ്ടന്റ് ഉണ്ട്, കൊള്ളാം. എല്ലാം കൂടെ വന്നപ്പോഴേക്കും ഒരു അരങ്ങുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ് പെന്തക്കുസ്ത. നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വീണ്ടും പെന്തക്കുസ്ത എന്ന് പേരിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനത്തെ ഒരു നോയിസി പെന്തക്കുസ്ത, അങ്ങനത്തെ ഒരു ബഹളമയമായ ഒരു പെന്തക്കുസ്ത സംഭവിക്കുമെന്നാണോ? അതാണോ പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ അടയാളം? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ? അതാണോ കാത്തിരിക്കുന്നത്? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. നമുക്ക് അത്തരം മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഈ പറഞ്ഞ ഒരു അരങ്ങുണ്ടാകണം, ഒരു അടിപൊളി സീൻ സംഭവിക്കണം, കാറ്റൊക്കെ വീശണം, ജനലിൻ്റെ പാളികളൊക്കെ അടിക്കണം, നല്ല സ്വരമൊക്കെ ഇങ്ങനെ മുരൾച്ചയൊക്കെ കേൾക്കണം കാറ്റ് വീശി അടിക്കുന്നതിൻ്റെ. ഇനിയിപ്പോൾ ഒരു ഇടി വെട്ടിയാലും സാരമില്ല, ഒരു അരങ്ങുണ്ടാകണം, അഗ്നിനാവ് ഇറങ്ങി വരണം. ഇതൊക്കെയാണെങ്കിൽ കൊള്ളാം, ഞങ്ങൾക്ക് സന്തോഷമാണ്. പെന്തക്കുസ്ത ദയവ് ചെയ്ത് അങ്ങനെ വിചാരിച്ച് വെക്കരുത്. അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് ഇനി നമ്മളിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. വീണ്ടും പെന്തക്കുസ്ത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രീതി, അത് നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് അടയാളപ്പെടുത്തേണ്ടത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് നമ്മുടെ വാക്കിലൂടെയും പ്രവർത്തികളിലൂടെയുമാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടോ, അത് നിറവോടെ നിൽപ്പുണ്ടോ എന്ന് തിരിച്ചറിയുകയാണ്. ഇതിന് നല്ല ഒരു ഉപമ എന്താ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ കലോറീസ് എന്ന് പറയത്തില്ല. ഇത്ര കലോറി ഭക്ഷണം കഴിച്ചു അല്ലേ, ഇത്ര കാലോറി ഭക്ഷണം കഴിച്ചു. ഈ കലോറി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ആ കലോറി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്നുകിൽ എനർജി ആയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സേർഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ കലോറി ബേൺ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നവരിൽ തടി കൂടി ആ കലോറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ ആവിഷ്കരിക്കുന്ന രീതി നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയുമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് പരിശുദ്ധാത്മ സാന്നിധ്യം അടയാളപ്പെടുത്തേണ്ടത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറ്റ് വീശുന്ന സ്വരം കേട്ടിട്ടോ ജനൽപ്പാളികൾ അടയുന്നത് കണ്ടിട്ടോ തീ ഇറങ്ങി വരുന്നത് കണ്ടിട്ടല്ല.
നമ്മുടെ പ്രവർത്തികളിലൂടെ തിരിച്ചറിയണം എന്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി വേറൊരു കാര്യമുള്ളത് എന്തറിയാമോ? ഇതിനോട് ചേർത്ത് പറയട്ടെ. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ യെസ് പറഞ്ഞാലേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. വി ആർ നോട്ട് റോബോട്ട്സ്. അത് പ്രത്യേകം ഓർത്തേക്കണം. നമ്മളൊരു യന്ത്ര മനുഷ്യരല്ല, കീ തിരിച്ചു വിട്ടിട്ട് ഓടാൻ വിട്ടിരിക്കുന്ന യന്ത്ര മനുഷ്യരല്ല നമ്മളൊക്കെ. പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്രകാരം സഹകരിക്കുന്നോ അതിനനുസരിച്ചേ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ആരുടെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ തീരുമാനിക്കുമെന്ന്. ഇത് നമുക്കറിയാം. നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ ആരാധനയിലും ഇനി വലിയ കൺവെൻഷനുകളിലുമൊക്കെ നമ്മൾ എന്ത് കാര്യമായിട്ടാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. അഗ്നിനാവായി ഇറങ്ങണമേ, കാറ്റായി വീശണമേ, പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, കുഞ്ഞെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. മിണ്ടാതിരി, അടി മിണ്ടാതിരി. ഇതാണ് നമ്മുടെ സ്റ്റൈല്. അതായത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. നമ്മൾ തീരുമാനിക്കും അതുപോലെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ സംസാരത്തോട് നമ്മൾ യെസ് പറഞ്ഞാലേ, നേരത്തെ പറഞ്ഞതുപോലെ, ഇത് പ്രവർത്തനങ്ങളായി, വാക്കുകളായി, സത്കാര്യങ്ങളായിട്ട് ആവിഷ്കരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഈയിടെ വായിച്ച ഒരു ആർട്ടിക്കിൾ, അതിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഒറ്റ വാക്യം രസകരമായിട്ട് എനിക്ക് തോന്നി. ഹോളി സ്പിരിറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ബീയിങ് ഇൻ ദ വേൾഡ്. മോസ്റ്റ് ഫ്രസ്ട്രേറ്റഡ്, ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഞാൻ എന്താ ഈ ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളതിൻ്റെ മലയാളം ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറഞ്ഞു തരണോ? ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നു, ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെ വരും വരായികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ടും അതുപോലെ ചെയ്യുന്നില്ല. അതുപോലെ ചെയ്യാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറയുകയാണ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഈസ് ദ മോസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ബീയിങ്. ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾ പരിശുദ്ധാത്മാവാണ്. ഫ്രസ്ട്രേറ്റഡ് ഹോളി സ്പിരിറ്റ്. എന്താ കാര്യം? എത്രയോ കാലമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് ഓരോന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ വല്ലതും ആ വഴിക്ക് നടക്കുന്നുണ്ടോ? നമ്മൾ വല്ലതും അത് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ വല്ലതും അത് ചെയ്യുന്നുണ്ടോ? ഇത് ഇങ്ങനെ അകത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ് പരിശുദ്ധാത്മാവ്, അല്ലേ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തന നിരതനാണോ എന്നത് ചോദിക്കാൻ അതിൻ്റെ സ്കെയില് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു സംശയം വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തടിസ്ഥാനത്തിലാണ് അച്ചോ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ കയറി പറഞ്ഞു കളയുന്നത്? ഞാൻ തെളിയിച്ചു തരാം, ഒരു സംശയം വേണ്ട, നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇനി പ്രവർത്തിക്കുന്നില്ല ആരുടെ കുഴപ്പമാണ്? ഞാൻ പറഞ്ഞില്ല ആരുടെ കുഴപ്പമാണ്? പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമല്ല. നമ്മൾ സമ്മതിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന് നമ്മൾ ചെവി കൊടുക്കുന്നില്ല, അതനുസരിച്ച് ചെയ്യുന്നില്ല. അത് ചെയ്യുമ്പോഴാണ് പെന്തക്കോസ്ത സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തന നിരതനാണോ എന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളം, ഉദാഹരണം, നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. ശ്രദ്ധിച്ചേ, എന്താണത്? നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മളിൽ ആക്റ്റീവാണ്. ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉറക്കത്തിലാണ്. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഒരാൾക്ക് ക്ഷമിക്കാൻ തന്നെ വേദനിപ്പിച്ചവരോട് ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. എന്തിൻ്റെത്? അയാളിൽ പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ്. ഇതെങ്ങനെ ഇത്രയും കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഒരു ബൈബിൾ വാക്യം, നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ബൈബിൾ വാക്യമാണ്, പക്ഷേ ഈ ബൈബിൾ വാക്യം തുറക്കണം. ഇന്നീ ഒറ്റ ബൈബിൾ വാക്യം മിക്കവാറും പറയാൻ സാധ്യതയുള്ളൂ, ബാക്കി ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞ് പോകത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തത് എനിക്ക് ചിലപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, നോക്കട്ടെ നടക്കുമെന്ന്. അപ്പോൾ ഈ ബൈബിൾ വാക്യം അത് തുറന്ന് വെച്ചിട്ട് പേന കൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും വരച്ചു. കാരണം ഈ ആർഗ്യുമെൻറ്റ് അവിടെയാണ് കൃത്യമുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, യോഹന്നാൻ 20:22. അവിടെ നമ്മളൊരു കാര്യം പറയുന്നില്ലേ? ഈശോ ശിഷ്യന്മാരോട്, അടച്ചിട്ട മുറിയിൽ പ്രവേശിച്ചിട്ട് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് പറയുന്ന കാര്യമാണ് യോഹന്നാൻ 22-ാം 23-ാമത്തെയും വാക്യം. ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക.
ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു. ഈശോ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് അവരുടെ മേൽ നിശ്വസിച്ചു, ഊതി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളം, ലക്ഷണം, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നതിൻ്റെ ലക്ഷണം അതായിരിക്കുമല്ലോ തൊട്ടടുത്ത് പറയേണ്ടത് അല്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത വാക്യം നിശ്ചയമായിട്ടും അതിനോട് കണക്റ്റഡ് ആയിരിക്കണമല്ലോ. അടുത്ത വാക്യം എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പാപം ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയാണ് നിനക്ക്. പാപം ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയാണ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇത് പുരോഹിതർക്ക് കുമ്പസാരത്തിൽ ആശീർവാദം കൊടുക്കാനുള്ള അവകാശം നൽകിയതായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എളുപ്പമുണ്ടല്ലോ, അച്ഛന്മാരുടെ പണിയായിട്ട് ഈ ക്ഷമിക്കൽ അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് ജീവിക്കാവുള്ളൂ. നിശ്ചയമായിട്ടും അതിന് അങ്ങനെ ഒരു മാനമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരായതുകൊണ്ട് ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ നമ്മളെല്ലാവരും ഭാഗഭാക്കുകളാകുന്നത് കൊണ്ട് ഇത് നമുക്കും ബാധകമാണ്. തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളം എന്താണ്? നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞെ, നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടുകയാണ്, ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളത്. ക്ഷമിക്കാൻ പറ്റുക. ഈശോ ഊതി ക്ഷമിക്കാൻ പറഞ്ഞു. ഇനി എങ്ങോട്ടാണെന്നറിയാമോ പോകേണ്ടത്? ഞാൻ പറയാറില്ലേ, പിതാവായ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി അവന് ജീവൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ, എൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യൻ. ഇപ്പോൾ ദേ വീണ്ടും ഊതിയിട്ട് പറയുകയാണ്, ക്ഷമിക്ക് കുഞ്ഞേ. അപ്പോൾ ക്ഷമിക്കുമ്പം എന്ത് സംഭവിക്കുന്നു? കണക്ട് ചെയ്തേ ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നു. ക്ഷമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവഛായയും സാദൃശ്യവും നമുക്ക് തിരികെ കിട്ടുകയാണ്. ക്ഷമ നിസ്സാര കാര്യമല്ല. നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ തകർത്തവരോട് നമ്മൾ നിരുപാധികം ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ഛായയും സാദൃശ്യവും നമുക്ക് തിരികെ ലഭിക്കുകയാണ്. ക്ഷമ ദൈവികമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ, ഞാൻ അധ്യായം വാക്യം പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക വായിച്ചിട്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ യാക്കോബ് ഏസാവിനെ പറ്റിച്ചിട്ട് നാട് വിട്ടു പോകുന്നുണ്ടല്ലോ. കാലം കുറേ കഴിയുമ്പോഴേക്കും ഈ യാക്കോബ് തിരിച്ചു വരുന്ന രംഗമുണ്ട്. തിരിച്ചു വരുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ അവരെ തടാകം കടത്തി, അതിനുശേഷം ഏറ്റവും മുമ്പിൽ ആടുമാടുകൾ, മക്കള്, ഭാര്യമാർ, അതിനുശേഷം യാക്കോബ് ഏസാവിനെ തേടി വരികയാണ്. യാക്കോബ് ആലില പോലെ വിറച്ചാ വരുന്നത്. കാരണം അതുപോലത്തെ പണി ചേട്ടായിക്കിട്ട് കൊടുത്തിട്ടാണ് പണ്ട് നാട് വിട്ടു പോയത്. അപ്പോൾ ഈ യാക്കോബ് വന്നിട്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ താണു വണങ്ങാൻ പോയപ്പോഴേ ഏസാവ് പറഞ്ഞു, പോട്ടടാ സാരയില്ല, എല്ലാം പോട്ടെ, സാരയില്ല. അപ്പോൾ പറയുന്നത്, ചേട്ടായി നിന്റെ മുഖം ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. യാക്കോബ് ഏസാവിനോട് പറയുകയാണ്, ചേട്ടായി നിന്റെ മുഖം ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. എന്താ സംഭവിക്കുന്നത്? ക്ഷമിക്കുന്നവർക്ക് ദൈവഛായ തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ട് ക്ഷമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇത് നമ്മുടെ ക്രൈസ്തവ വചനപ്രഘോഷണ വേദികളിൽ ഏറ്റവും മുഴങ്ങിയിട്ടുള്ള വിഷയമാകണം, ക്ഷമിക്കുന്നു. പക്ഷെ ഒട്ടും നടക്കാറുമില്ല. നമ്മുടെയൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളതിന് ബന്ധപ്പെടാറില്ല. അതാ സംഭവം. നമുക്ക് മറ്റേ പരിശുദ്ധാത്മാവിനെ ഇഷ്ടം. ഏത്? കാറ്റ് വീശുന്ന തീ ഇറങ്ങി വരുന്ന ഇടിയും ബഹളം, പ്രാവ്, ഇതെല്ലാം കൂടെ ആ സീനിക് ബ്യൂട്ടിയുടെ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ഒരു രംഗം കൊഴുപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ മതി. നമ്മുടെ ഉള്ളിലിരുന്ന് നന്മ ചെയ്യാൻ കുറുകുന്ന, ക്ഷമിക്കടാ, പോട്ടടാ, പൊറുക്കടാ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട. അതൊരു സുഖമില്ല. നമുക്ക് ഭാഷാവരം, രോഗശാന്തി വരം, നമുക്ക് പ്രവചനവരം, ആ പരിശുദ്ധാത്മാവ് അതിനൊരു പവറുള്ളേ. മറ്റേത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്, നമ്മളെ ദൈവമക്കളാക്കുന്ന,
എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതിനെന്ത് വേണം? അതിന് പരിശുദ്ധാത്മാവ് വരണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം ജീവിക്കുവാൻ സഹായകൻ വരുമ്പോൾ നിങ്ങളെ സഹായിക്കും. എന്ത്? ക്ഷമിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. ദാ ഇപ്പോൾ പറയുകയാണ്, സഹായകൻ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതൊന്നും വെറുതെ പ്രബോധനങ്ങളായിട്ട് പഠിപ്പിലുകളായിട്ട് ഇരുന്ന് പോകേണ്ടതല്ല, ജീവിക്കാനുള്ളതാണ്. അതിനാര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. ക്ഷമിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറേ കൂടെ ക്രിസ്ത്യാനികളാവുകയാണ്. ക്ഷമിക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ ദൈവമക്കളാവും. എനിക്കറിയാം നിങ്ങളിപ്പോൾ അവിടെ ഇരുന്ന് എന്നെ നോക്കി മനസ്സിൽ പറയുന്നത്, അച്ഛൻ ഈ വെള്ളക്കുപ്പായോ ഇട്ടുകൊണ്ട് കഴുത്തൽ ഈ ഊറാറ ഇട്ടുകൊണ്ട് മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് കാര്യമായിട്ട് പ്രസംഗിക്കാം, ക്ഷമിക്കുക. അച്ഛൻ അറിയത്തില്ലല്ലോ ഞങ്ങളോട് അവരൊക്കെ ചെയ്ത ദ്രോഹങ്ങൾ, കൂടെ നടന്നിട്ട് കുതുകാല് വെട്ടിയതിൻ്റെ അനുഭവങ്ങൾ. അച്ഛാ വല്ലവരുമായിരുന്നെങ്കിൽ പോട്ടെ, കൂടപ്പുറപ്പ് ചതിച്ചതാച്ചാ ഞങ്ങളെ എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും. പോട്ടെ, അപ്പനും അമ്മയും കാണിച്ചിട്ടില്ലോ അച്ചോ സ്നേഹം, അവർ നൽകിയ മുറിവുകളുണ്ട് അച്ചോ ഞങ്ങളുടെ ഉള്ളിൽ. കൂടെ നടന്ന സുഹൃത്തുക്കള് വെറുതെക്കാരായിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഞാൻ ജീവൻ പകുത്തു നൽകിയ എൻ്റെ സ്നേഹം മുഴുവൻ വെച്ച് വിളമ്പിക്കൊടുത്ത എൻ്റെ സുഹൃത്ത് എന്നെ ചതിച്ചതാണ്. എങ്ങനെ ക്ഷമിക്കു വച്ചു? ഇതാണ് നമ്മുടെ ചോദ്യം. ക്ഷമിക്കണം. ആദ്യം ക്ഷമിക്കേണ്ടത് ആരോടെന്നറിയാവോ? ആരോടാ? ഇതും കൂടെ ഓർത്തോ, ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ആദ്യം ക്ഷമിക്കേണ്ടത്, അപ്പോൾ നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണ്. ശരിയാണ്, ആദ്യം ക്ഷമിക്കുക. എന്നെ ഏറ്റവും ദ്രോഹിച്ച ആളോടായിരിക്കും ആദ്യം ക്ഷമിക്കേണ്ടതല്ല. ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതാണ്. ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമുക്ക് ഏറ്റവും കലഹം, വെറുപ്പ് നമ്മോട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂർവ്വകാലത്തോട്, നമ്മൾ കടന്നു വന്ന വഴികളോട് നമുക്ക് ഒരുപാട് രമ്യപ്പെടാനുണ്ട്, അനുരഞ്ജനപ്പെടാനുണ്ട്. നമ്മുടെ ചരിത്രത്തോട് നമുക്ക് രമ്യപ്പെടാനുണ്ട്, ക്ഷമിക്കാനുണ്ട്. അത് ക്ഷമിക്കണം. ഞാൻ വളർന്നു വന്ന എൻ്റെ ബാല്യം, എൻ്റെ യൗവനകാലം, എൻ്റെ വളർച്ചയുടെ മറ്റ് ഘട്ടങ്ങൾ, ആ കാലത്തൊക്കെ ഇപ്പോഴും എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത കുറേ മേഖലകളുണ്ട്. ക്ഷമിക്ക്. അങ്ങനെ ക്ഷമിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറ്റും. ഒടുവിൽ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട്, അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് ദൈവവുമായി നമ്മൾ രമ്യപ്പെട്ട് അവസാന നാളിൽ കർത്താവ് തമ്പുരാൻ്റെ മുഖം കാണാൻ നമ്മൾ ഒരുങ്ങും. അവിടെയാണ് ഈ ക്ഷമ പൂർണ്ണമാകുന്നത്, അനുരഞ്ജനം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് പ്ലീസ് ഡോണ്ട് വെയിറ്റ് ഫോർ എ നോയ്സി പെന്തക്കോസ്റ്റ്. ഒരു ബഹളമയമായ പെന്തക്കുസ്തായിക്ക് കാത്തിരിക്കരുത്. നമുക്കതാണ് താല്പര്യം. അങ്ങനെ ഒരു ബഹളമയമായ പെന്തക്കുസ്ത, ഒരു പരിശുദ്ധാത്മ സാന്നിധ്യം, അത് നോക്കിയിരിക്കരുത്. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നിരന്തരം കുറുകുന്നുണ്ട്, നിരന്തരം സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കണമേ. നമ്മളിലൂടെ നന്മകൾ സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ദ മോസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ബീയിങ് ആണ്. എത്ര പറഞ്ഞിട്ട് ഇവനൊന്നും കേൾക്കുന്നില്ലോ എന്നോർത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാം. ഇത്രയേ ഉള്ളൂ, ലളിതമാണ്. ലെറ്റ്സ് കോപ്പറേറ്റ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് സഹകരിച്ചാൽ മതി. നമുക്ക് ക്ഷമിക്കാൻ പറ്റും, കരുണ കാണിക്കാൻ പറ്റും. ബാക്കി എല്ലാ നന്മകളും, ഈ ഫലങ്ങളൊക്കെ നമ്മളിൽ വന്ന് നിറയും. ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാൻ പറ്റാത്തവരുടെ മുഖങ്ങളൊക്കെ ഓർത്തെടുക്കണേ. ഇന്നത്തെ ആരാധനയിൽ ഒറ്റയ്ക്ക് പങ്കെടുക്കരുത്. സാധാരണ ആരാധനയിൽ ആരെയാണ് കൂടെ കൂട്ടുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരെയല്ലേ കൂട്ടുന്നത്. ഇന്നത്തെ ആരാധനയിൽ കൂടെ കൂട്ടേണ്ടത് നമുക്കൊട്ടും ക്ഷമിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരില്ലേ? നമുക്കിങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു മൂലയ്ക്ക് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന കുറേ മനുഷ്യർ, അവരെയൊക്കെ ഇന്ന് അഴിച്ചു വിട്ടിട്ട്, തുറന്നു വിട്ടിട്ട് അവരെയൊക്കെ കൂടെ ഇരുത്തണം. ഇന്ന് ഇടത്തും വലതും കൂടെ ഇരുത്തിയിട്ട് അവരുടെ കൂടെ ഇന്ന് ഈശോയെ ആരാധിക്കണം. ക്ഷമ അണപൊട്ടി ഒഴുകട്ടെ, കരുണ വർഷിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അഗ്നി ഇറങ്ങട്ടെ. നമുക്കിടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. എന്താ ഏറ്റവും വലിയ അത്ഭുതം? 10-20 വർഷമായി ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളോട് ക്ഷമിക്കാൻ പറ്റിയ, അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം? മുഴ മാറുന്നതിനെക്കാട്ടിലും, എൻ്റെ രോഗം സൗഖ്യമാകുന്നതിനെക്കാട്ടിലും വലിയ അത്ഭുതമല്ലേ? 10-20 വർഷമായി ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അതിൽ പരം പരിശുദ്ധാത്മ പ്രവർത്തനം എന്താണ് എന്നിൽ സംഭവിക്കാനുള്ളത്? കർത്താവേ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദൈവം,
പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാമീശോ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാമീശോ. ആഹാ ഹല്ലേലൂയാ, 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 ആഹാ ഹല്ലേലൂയാ. കോടാകോടി തൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരും നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും ഈശോനാഥൻ. കോടാകോടി തൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരും നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും ഈശോനാഥൻ. ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഈശോയെ ആരാധന, ഹല്ലേലൂയ, ആരാധന ഈശോയെ. ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ഈശോയെ, ആഹാ ഹല്ലേലൂയാ. ഈശോയെ ആരാധന. കർത്താവേ നിനക്ക് മഹത്വം, സർവശക്തനേ നിനക്ക് ആരാധന. കർത്താവേ, പെന്തക്കുസ്ത ഒരുക്കത്തിൻ്റെ ഈ നാളുകളിൽ വചനം കേട്ട് നാഥ നിന്നെ ആരാധിച്ച് ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ പെന്തക്കുസ്ത ഒരുക്കം കർത്താവേ ഞങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കുറവില്ല, ഞങ്ങൾ ആരാധനകൾ നടത്തുന്നതിന് തെല്ലും കുറവില്ല, കുർബാന അർപ്പിക്കുന്നതിന് കുറവില്ല. പക്ഷേ ഈശോയെ, ഞങ്ങളുടെ നൊമ്പരം, ഞങ്ങളിലെ അപകടം, ഇതൊന്നും ആത്യന്തികമായി ഞങ്ങളുടെ ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ തന്നെ അനുവദിക്കുന്നില്ല എന്നതാണ്. പ്രാർത്ഥന ഒരു വശത്ത് അങ്ങനെ നടക്കുമ്പോഴും ഞങ്ങളുടെ വഴികളെ തിരുത്താൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു ഈശോയെ. അതുകൊണ്ട് ഈ ദിവസത്തെ ശുശ്രൂഷകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈശോയെ, ഈ ഒരുക്കത്തിന് ശേഷം പെന്തക്കുസ്ത ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു പാപമെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ, ഇനി ഞാൻ ആ പാപം ചെയ്യില്ലെന്ന് ഞങ്ങളൊന്ന് തീരുമാനമെടുത്തിരുന്നെങ്കിൽ, ചില പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിൽ. ചില പാപ സാഹചര്യങ്ങളുണ്ട്, പാപത്തിലേക്ക് നയിക്കുന്ന ഇടങ്ങളും വ്യക്തികളുമുണ്ട്. അവയിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ. അങ്ങനെയാണല്ലോ ഈശോയെ ഈ ഒരുക്കം, ഈ പ്രാർത്ഥന അർത്ഥവത്താകുന്നത്. കർത്താവേ, ഞങ്ങളുടെ ബലഹീനത കാരണമാണ് ഞങ്ങൾക്കത് കഴിയാതെ പോകുന്നത്. ഈശോയെ, ഞങ്ങളെ സഹായിക്കണമേ.
ബലഹീനരും പാപികളുമായി ഞങ്ങളെ നീ കരുണയോടെ കടാക്ഷിക്കണമേ. പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധി ആഗ്രഹിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങൾ കടന്നു പോകുന്ന ഈ സങ്കടത്തിൻ്റെ കാലത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ, ഇന്നിപ്പോൾ നിന്റെ സന്നിധിയിൽ ആരാധനയോടെ ആയിരിക്കുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും, വിവിധ കാരണങ്ങളാൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഞങ്ങളുടെ വീഴ്ചകളെ നീ കാര്യമായിട്ടെടുക്കരുതേ. ഞങ്ങളെ കരുണയോടെ നോക്കണമേ. ഈശോയേ, ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കവനെ സ്തുതിച്ചാരാധിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ നവസൃഷ്ടികളാക്കും എന്ന വലിയ വിശ്വാസത്തോടെ കർത്താവേ, കൂദാശകളിലൂടെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഈ പെന്തക്കുസ്തായിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ ഇടവരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നിന്നെ ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, നിനക്ക് ആരാധന. ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിനരുവിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിനരുവിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീയായി നീ വരണേ. പരിശുദ്ധാത്മാവേ, ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, തീയായി നീ വരണേ. പരിശുദ്ധാത്മാവേ, ശക്തി നിറയ്ക്കണമേ. അഭിഷേക കാറ്റു വീശി എന്നെ ഉണർത്തണമേ. കൃപയുള്ളൊരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അഭിഷേക കാറ്റ് വീശി എന്നെ ഉണർത്തണമേ. കൃപയുള്ളൊരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, രോഗമകറ്റണമേ. പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവേ, രോഗമകറ്റണമേ. പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ. ശാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയണമേ. ആത്മാവിൻ കോട്ട കെട്ടി എന്നെ പൊതിയണമേ. ശാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയണമേ. ആത്മാവിൻ കോട്ട കെട്ടി എന്നെ പൊതിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പുതു ചൈതന്യം തരണേ. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ പുതു ചൈതന്യം തരണേ. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. മനസ്സിന്റെ ശൂന്യത നീക്കാൻ റൂഹാ നീ വരണേ. പുതുജീവൻ നൽകി എന്നെ വീണ്ടെടുക്കണമേ. മനസ്സിന്റെ ശൂന്യത നീക്കാൻ റൂഹാ നീ വരണേ. ജീവൻ നൽകി എന്നെ വീണ്ടെടുക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. 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 കർത്താവേ, ഓരോ ദിവസവും ഓരോ വിഷയം കേട്ട് ധ്യാനിച്ച് ഞങ്ങളതിനെ പ്രാർത്ഥനയാക്കുകയാണല്ലോ. ഞങ്ങൾ കേൾക്കുന്ന വചനം കേവലം തട്ടിത്തെറിച്ചു പോകാതെ അവയെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ച് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ. ഇന്ന് ഞങ്ങൾ കേട്ടത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ക്ഷമിക്കാൻ പഠിപ്പിക്കും എന്നാണല്ലോ. ക്ഷമിക്കാൻ കഴിയുന്നത് നമ്മളിൽ പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്നാണല്ലോ. കർത്താവേ, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എളിമയോടെ സംശയിച്ചു പോവുകയാണ് എന്നിലെ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ. കർത്താവേ, എൻ്റെ ബലഹീനത കാരണം പൊറുക്കാനും മറക്കാനുമുള്ള എന്നിലെ തടസ്സം കാരണം പരിശുദ്ധാത്മ ശക്തി എന്നിൽ പ്രകടമാകാതെ പോകുന്നതിനെ ഞാൻ തിരിച്ചറിയുന്നു. ദൈവജനമേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കും. ആത്മാവ് നമ്മളെ സഹായിക്കും. കരുണയോടെ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാൻ, ഇടർച്ചകളിലേക്ക് നോക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ തന്നെ പൂർവകാല ചരിത്രത്തോട്, ഞങ്ങളുടെ ഭൂതകാലത്തോട് ക്ഷമിക്കാൻ ഞങ്ങൾക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. ക്ഷമിക്കുക എന്ന് പറയുമ്പോഴേ ഞങ്ങൾ ആദ്യം ചിന്തിച്ചു പോകുന്നത് ഞങ്ങളെ വേദനിപ്പിച്ചവർ, ഞങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, മുറിവേൽപ്പിച്ചവർ, ഞങ്ങൾക്ക് പുറത്തുള്ള മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ചിന്തകളൊക്കെ. പക്ഷേ കർത്താവെ, ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു, ഞാൻ ഏറ്റവും അധികം ക്ഷമിക്കാനുള്ളത് എന്നോട് തന്നെയാണ്. എൻ്റെ ഭൂതകാലത്തോടാണ് ഏറ്റവും അധികം ക്ഷമിക്കാനുള്ളത്. എൻ്റെ ഭൂതകാലത്തെ മുറിവുകളെയാണ് ഞാനൊരു ഭാരം കണക്കെ കൊണ്ടു നടക്കുന്നത്. കർത്താവേ, എൻ്റെ പൂർവകാലങ്ങളോട്, എൻ്റെ ജീവിത ചരിത്രത്തോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. അതിന് തക്കവിധം ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ. ഈശോയേ, ഇപ്പോൾ ഈ നേരത്ത് ക്ഷമിക്കാനാകാതെ വെറുപ്പോടെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതെന്നെ വളർത്തിയ മാതാപിതാക്കളോ, എന്നോടൊപ്പം വളർന്ന എൻ്റെ കൂടപ്പിറപ്പുകളോ, എൻ്റെ സുഹൃത്തുക്കളോ, എൻ്റെ ഗുരുഭൂതരോ, എൻ്റെ കൂടെ പ്രവർത്തിച്ചവരോ, എൻ്റെ സഹകാരികളോ ഒക്കെയാകാം. കർത്താവേ,
ക്ഷമിക്കാൻ ഏറെയുണ്ട് കർത്താവേ. വെറുക്കാൻ ഞാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് ന്യായീകരണങ്ങൾ ഏറെയുണ്ട്. അതിൻ്റെയും ഒക്കെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയണം. കാരണമില്ലാതെ എന്നെ വേദനിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഭാവി തകർത്ത് കളഞ്ഞവർ എന്നെനിക്ക് പറയാനുണ്ട്. എന്നെ ഒറ്റപ്പെടുത്തിയവർ, എന്നിലെ നന്മയെ നിഷ്കളങ്കതയെ തിരിച്ചറിയാതെ എന്നെ കേവലം മോശപ്പെട്ടവനായി എന്നെ അപമാനിച്ചവർ, കർത്താവേ എന്നെ ഒറ്റപ്പെടുത്തിയവർ, എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ, എൻ്റെ വഴികളിൽ മുള്ളുകൾ വിതറിയവർ, എനിക്ക് വെറുക്കാൻ കാരണങ്ങളേറെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് കർത്താവേ. പക്ഷേ ആ കാരണങ്ങൾക്ക് മേളിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നിറങ്ങി നിരുപാധികം ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്കുത്തരം ലഭിക്കുമെന്നും ബന്ധനങ്ങൾ മാറിപ്പോകുമെന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല കർത്താവേ, പറ്റുന്നില്ല. ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ ഞങ്ങളുടെ കർത്താവേ. ദാ ഈ നേരത്തും ചങ്ക് കല്ലാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മേ നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങളുടെ കാഠിന്യമുള്ള ഹൃദയമെടുത്തു മാറ്റി മാംസള ഹൃദയം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ കർത്താവേ. കരുണ തോന്നണേ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ. ആത്മാവേ ഞങ്ങളിൽ വന്നിറയണമേ. ഞങ്ങൾക്കിടയിൽ ഞങ്ങളോട് തന്നെ, ഓരോരുത്തരും തന്നോട് തന്നെയും ചുറ്റുമുള്ളവരോടും ജീവിതാനുഭവങ്ങളോടുമൊക്കെ രമ്യപ്പെടുവാൻ, ക്ഷമിക്കുവാൻ, ഒരു അനുരഞ്ജനം സാധ്യമാകുവാൻ തക്കവിധം ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായുള്ള ഈ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ 6-ാം ദിവസത്തെ പ്രാർത്ഥന ഭക്തിയോടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു.
ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവെ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം സമൃദ്ധിയിൽ നൽകാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മളിൽ വന്നിറയാനായി പ്രാർത്ഥിക്കാം. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ഞങ്ങൾ ദൈവഭക്തിയിൽ ആനന്ദിക്കുവാനും സമാധാനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാനുമായി. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി എന്നും നിലകൊള്ളുവാൻ. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവഭക്തി ആഴത്തിൽ നിറയുവാനും എപ്പോഴും ദൈവഹിതം മാത്രം നിറവേറ്റുവാനുമായി. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ബലഹീനതയിൽ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൂട്ടുപിടിച്ച് ജീവിക്കാനായി. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ഓ എന്റെ ദൈവമേ, നന്മയെന്ന പുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികൾ വഴി ഞങ്ങൾ അനേകർക്ക് മാതൃകയാകട്ടെ. ഞങ്ങൾ ആർക്കും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധമായ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ എപ്പോഴും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും
അങ്ങയ്ക്കാരാധന ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന ആരാധന ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി ഹല്ലേലൂയ നന്ദി ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ 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 നന്ദി 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 ഈശോയെ ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ 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 നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഈശോയെ ആരാധന ആരാധന